നിങ്ങൾക്കൊരു വാക്ക് തന്നായിരുന്നു, ഗ്രാനി 6 ഞാൻ ഉണ്ടാക്കുമെന്ന്. യെസ് ഗേസ്, ഞാൻ ഗ്രാനി 6 ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് ഗ്രാനി 1ൻ്റെ ഇത് മൈൻഡ് ക്രാഫ്റ്റിൽ ഉണ്ടാക്കിയാൽ മതി ഗേസ്. ഞാൻ പിന്നെ ഗ്രാനി 6 മൈൻഡ് ക്രാഫ്റ്റിലാണ് ഉണ്ടാക്കിയത്. ഇതാണ് ഗേസ്. ഇതൊരു പ്രാക്ടീസ് മോഡാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഇതാണ് ഗ്രാനി 6ൻ്റെ സ്ഥലം. എടാ വില്ലറ്റ് ഗേസ്, ഇത് ഗ്രാനിയാണ്. ഓക്കെ, സർവൈവലിൽ പോകുമ്പോഴാണ് ഇത് നമ്മളെ അടിക്കുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ ഗ്രാനി. സർവൈവലിൽ പോകുമ്പോൾ ഇപ്പോൾ അടിക്കും. ഗ്രാനി കിടന്നുറങ്ങുന്നു. ഓക്കെ, നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ ഗേസ്, ഇതാണ് നമ്മുടെ സ്വന്തം സ്ഥലം. ഇവിടെ നമുക്ക് ഗ്രാനി 1നെ പോലെ തന്നെ, പക്ഷെ കുറച്ച് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗേസ്, ഞാനേ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പോകാൻ പാടില്ല ഗേസ്, ബിക്കോസ് ആ സ്ഥലം സ്പൈഡറിൻ്റെ. ഗേസ് കണ്ടോ ഗേസ്, സർവൈവലിലായിരുന്നെങ്കിൽ ഈ സ്പൈഡറിൻ്റെ നമുക്കൊരു സംഭവം കിട്ടും ഗേസ്. ഞാൻ ആ സ്പൈഡറിൻ്റെ ഒരു അലമാരി ഒരു സാധനം ഞാൻ വെച്ചിട്ടുണ്ട് സ്പൈഡറിൻ്റെ. അപ്പം ഇനിയുണ്ട് ഗേസ്, ഒത്തിരി സംഭവങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഗ്രാനി 6 ആണ്. ഗ്രാനി 1 പോലെ തോന്നുമെങ്കിൽ ഇത് ഗ്രാനി 6 പോലത്തെ ഒരു സ്ഥലമാണ്. ഈ സ്ഥലം ഗ്രാനി 1ലുണ്ടോ ഗേസ്? ഈ ഗ്രാനി 6ലുള്ള സ്ഥലമാണ്. ഇവിടേക്കെല്ലാം ഒത്തിരി സംഭവങ്ങൾ വരേണ്ടതാണ്. അതൊന്നും ഇതുവരെ ഞാൻ വെച്ചില്ല. പിന്നെ ഗ്രാനി 1ലെ ഹൗസും ഞാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ ഉണ്ടാക്കുന്നതായിരിക്കും. ഗ്രാനി 3ൻ്റെ ഗ്രാനി 4ൻ്റെ അയ്യോ ഓർമ്മിപ്പിക്കല്ല ഒന്നേ. അയ്യോ, ഇതെന്താണ് മാറ്റ് അടാ കേസ്. ഡോർ എന്തായിരുന്നു? അത് നമുക്ക് ഈ സാധനമാണ് ഗേസ് ഇവിടെ എല്ലാം വെക്കേണ്ടത്. ഈ സാധനമല്ല, അവിടെ ചില സ്ഥലത്തില്ലേ ഗേസ്, അതായത് ടേബിളിന് വരെ ഇതാണ് വെക്കുന്നത്. നമ്മളെ മറ്റില്ല ഈ സ്ഥലം ഇല്ലേ, ഈ സ്ഥലം അടുക്കളയാണ്. അടുക്കള. അയ്യോ, ആരാടെ വിളിച്ചത്? ഇപ്പം ആ ക്രീപ്പർ എല്ലാം കൂടെ കയറി ഇങ്ങ് വരും. അതുകൊണ്ടോ ഇതാണ് കേസ് അടുക്കള. ഇവിടെ ഇതാരാ വിളിക്കുന്നത്? ഞാനല്ലോ. ഇത് അടുക്കളയാണ്. ഞാൻ അടുക്കളയായിട്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, അടുക്കളയും പിന്നെ ഒത്തിരി സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കൊണ്ടുവന്ന് വെക്കാനുള്ളതാണ്. അന്നേരം ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡോർ എടുക്കണം. ഡോർ എടുത്തിട്ട് ഫിറ്റ് ചെയ്താൽ മതി. ശരിക്കുള്ള മൈൻഡ് ക്രാഫ്റ്റാണ് കേസ്. ഞാൻ ഗ്രാനി 6 ഇതുവരെ നമ്മളെ ഇറക്കിയിട്ടില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയതാണ്. ഗ്രാനി 1ൻ്റെ കോപ്പി എടുത്തിട്ട് ഇതിനകത്ത് വെച്ചതാണ്. ഞാൻ ഗ്രാനി 6 ഇത് ഗ്രാനി 6ൻ്റെ വീടാണ് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു. ഇനി ഡെവലപ്പർ കണ്ടുപിടിച്ച ഗ്രാനി 1ഉം 2ഉം 3ഉം ഇത്രയും വീടും ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഗ്രാനി 1ഉം 2ഉം 3ഉം പിന്നെ A1 A2 ഗെയിം സ്റ്റുഡിയോ കണ്ടുപിടിച്ച ഒത്തിരി സംഭവങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഈ ഞാൻ വെറുതെ ഒരു കക്കൂസിന് വേണ്ടി വെച്ചതാണ്, പക്ഷെ കക്കൂസായില്ല. അയ്യോ, പിന്നെ സെവർസ്കേപ്പിൻ്റെ സംഭവം ഉണ്ടാക്കാനുണ്ട് ഗേസ്. സെവർസ്കേപ്പ് ഇവിടെ ആണ് ഗേസ്. സെവറിൻ്റെ സാധനമൊക്കെ എല്ലാം ഉണ്ട്. ഓക്കെ, സെവർസ്കേപ്പ് ഒത്തിരി എസ്കേപ്പ് ഉണ്ട്. കാർ എസ്കേപ്പ് ഇല്ല ഗേസ്, പകരം ഇതിനകത്ത് വേറൊരു എസ്കേപ്പാണുള്ളത്. നമ്മൾ സെവർസ്കേപ്പിൻ്റെ അടുത്ത് എത്താറായി. താരോട്ട് പോ. ഇതാണ് നമ്മളെ സെവർസ്കേപ്പിൻ്റെ സ്ഥലം. ഒത്തിരി താരം ഇങ്ങനെ കുടിക്കുമ്പം കാണും ഗീസ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സെവർസ്കേപ്പിൻ്റെ സ്ഥലം. ഇവിടെ ഒന്നുമില്ല. ഇവിടെ വെറുതെ എന്തോത്തിനാന്ന് പറയട്ടെ, ഇവിടുന്ന് ഒരു എസ്കേപ്പ് ഉണ്ട് ഗീസ്. അതായത് ഒത്തിരി താരം നമ്മൾ കുടിച്ചിട്ട് മുകളിലോട്ട് വരുമ്പോൾ, അതായത് ഇത് ഗ്രാനി 1 അല്ല ഗേസ്. ഗ്രാനി 1ലെ സെവർസ്കേപ്പ് വേറെയാണ്. ഇത് വേറെ സെവർസ്കേപ്പ്. ഗ്രാനി 1ലെ വേറെ സെവർസ്കേപ്പ്. ഇത് ഗ്രാനി 1 അല്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രാനി 6 ആണ് ഗേസ്. ഗ്രാനി 1 ഞാൻ എന്തായാലും ഉണ്ടാക്കുന്നതായിരിക്കും. ഇവിടുന്ന് എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഗ്രാനി 6ൻ്റെ പുതിയ ഫീച്ചർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗേറ്റ് വേണം ഗേസ്. അതായത് ഇവിടെ കുറച്ച് ലൈറ്റൊക്കെ എല്ലാം വേണം. ഇവിടെ ആ ഗേറ്റ് വേണം. ഗേറ്റിന് വേണ്ടി ഇത് പൊട്ടിക്കാൻ ആർക്കും പറ്റില്ല ഗേസ്. എന്നിട്ടുണ്ടോ ഇവിടെ ഇത് പൊട്ടിച്ചാലേ അത് വെക്കാൻ പറ്റൂ ഗേസ്.
വെയിറ്റ് ഗേസ്, ഇതാ ഞാൻ പറഞ്ഞ സെവർ എസ്കേപ്പ് വേറെ. ഓക്കെ ഇതാണ് ഗേസ് സെവർ എസ്കേപ്പ്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് സ്റ്റാൻഡ് ആകെ പൊടിയോ. നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് പിന്നെ തൂക്കിയേ പറ്റൂ ഗേസ്. ലൈറ്റ് ഇല്ലാതെ എന്ത് ചെയ്തോ. ഇത്രേ ഉള്ളു. ഓക്കെ ഇത് സെവർ എസ്കേപ്പ് ആണ്. ഇവിടെ പിന്നെ ലോക്കൊക്കെ അയച്ചിട്ട് വേണം നിങ്ങൾക്ക് പോകാനൊന്നുമില്ല. ഇവിടെ പൊട്ടിച്ചിട്ട് പോകണമെങ്കിൽ ഒത്തിരി പാടാ. പൊട്ടിച്ചിട്ട് പോകണമെങ്കിൽ പിക്കാസ് എല്ലാം കണ്ടുപിടിക്കണം. ഇത്രേ ഉള്ള കേസ്. ഇത് ശരിക്കും പറഞ്ഞാൽ സെവർ എസ്കേപ്പ്. അതിനുവേണ്ടി പൊട്ടിച്ചിട്ട് വെളിയിൽ നിങ്ങൾക്ക് പോവാം. ആ ജയിലിൽ കടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾ തനിയെ എസ്കേപ്പ് ആയിക്കോളും. നിങ്ങൾക്ക് തിരിച്ചു കയറണമെങ്കിലുള്ള സ്റ്റെപ്പ്, തിരിച്ചു കയറാൻ പറ്റത്തില്ല മണ്ടയ്ക്ക് ഇങ്ങനെ വരുവാണെങ്കിൽ. പക്ഷെ കയറാൻ പറ്റും. ഒരു ലാഡർ അങ്ങോട്ട് ഇട്ടാൽ മതി. ലാഡർ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് ലാഡർ, ഈ ജയിലിന് വരെ ലാഡർ കയറ്റി വെക്കണം. ലാഡർ സർച്ചിലേ കിട്ടൂ ഗൈസ്. ഓക്കെ ലാഡർ അതാണ്ട് കിട്ടി. പിന്നെ ഗൈസ് ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് നിങ്ങൾ പൊളിക്കണം. ഈ ഗ്രാനി 6 ഉണ്ടാകുന്ന ഫീച്ചറാണ്. ഓക്കെ ഇവിടെ ഇങ്ങനെ സംഭവം കാണും ലാഡർ ഗൈസ്. പിന്നെ ഞാൻ ടേബിളും ഒരു ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമാണ്. ഓക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നാൽ മതി നിങ്ങൾ. പിന്നെ നിങ്ങൾക്കിത് അടയ്ക്കാം. നമ്മൾ സർവൈവലിൽ പോയാൽ ഗ്രാനി വന്ന് നമ്മളെ പിടിച്ച് തിന്നോളാം ഗൈസ്. ഓക്കെ നമ്മൾ അടുക്കളയെ കുറച്ച് ബോക്സിന് വേണ്ടി ഞാൻ വെറുതെ ഇങ്ങനെ കുറച്ച് പെട്ടീസ് വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ സാൻഡ് താഴെ വീണ് പോകും. ഇത് വെക്കാം. ഇതല്ലേ പെട്ടി പോലെ ഇരിക്കുന്നത്. ഇതും തറയെ വരും. നമുക്ക് വേറെ ഓക്കെ ഇതുണ്ടോ, ഇതിങ്ങനെ വെക്കാം ഇതിനു വേണ്ടി. പിന്നെ ഷെൽഫൊന്നും ഇവിടെ ഇപ്പം ഇല്ല, ഞാൻ ഉണ്ടാക്കിയാണ് ഷെൽഫ്. ഇങ്ങനെയല്ല യെസ്, ഇവിടെ കയറിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ നിങ്ങൾ ഇത് തുറന്നിട്ട് ഇവിടെ കയറി ഇങ്ങനെ വെച്ചാൽ മതി. നമ്മൾ ലോക്കായി. നമ്മൾ ലോക്കാകത്തില്ല. പിന്നെ ഇതിൻ്റെ ഒത്തിരി ഷെൽഫൊക്കെ ഉണ്ടാക്കണം. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം കേസ്. ഇത് ഞാൻ തനിയെ ഉണ്ടാക്കിയത് എൻ്റെ സ്വന്തം ഗ്രാനി 6 ആണ്. ഗ്രാനി 1ൻ്റെ വീട് ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഗ്രാനി 3, ഗ്രാനി 2 എല്ലാം ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന എല്ലാ വീടും ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും. ഇത് ഞാൻ തനിയെ ഉണ്ടാക്കിയ ഒരു ഗെയിമാണ് ഗ്രാനിയുടെ. ഉണ്ടാക്കിയ ഫ്രഷ് സ്പൈഡറും ഉണ്ട്. ഇവൻ പോടാ. ഗ്രാനീനെ നമുക്ക് വെപ്പൺ വെച്ച് കൊല്ലാം. വെപ്പണൊന്നും വാള് മാത്രമേ ഉള്ളൂ വെപ്പണായിട്ട്. വെപ്പൺ തുറക്കണമെങ്കിൽ വെപ്പൺ ഉള്ളത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വെപ്പൺ ഉണ്ട്, ഇവിടെ ആണോ ഉള്ളത് വെപ്പൺ? ഇവിടെ ഗ്രാനി 6 അങ്ങനെയൊക്കെല്ലാം ആണ് ഗേസ്. പറ്റത്തില്ല. തുറ. ഓക്കെ ഇവിടെ വെപ്പൺ ഉണ്ട്. വെപ്പൺ നമ്മളെ നിങ്ങൾക്കറിയാമല്ലോ, വാളാണ്. അതും വാള് നല്ല ഇത് വരുന്ന ഡയമണ്ട് വാളാണ് ഗേസ്. പിന്നെ നിങ്ങൾക്ക് ഈ ഗെയിമിൽ 2 വെപ്പൺ കിട്ടും ഗേസ്, അല്ല അമ്പും വില്ലും. ഓക്കെ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഡ്രോപ്പ് ചെയ്യണോ? മനസ്സിലായി ഗേസ്, മനസ്സിലായി. നമ്മളെ കയ്യിൽ തന്നെ ഇരിക്കുന്ന വെപ്പണോ? അല്ല ഗേസ്, പറ്റത്തില്ല. പിന്നെ നമുക്ക് പീസ് ഓഫ് പിക്ചർ വേണം ഗേസ്. പിക്ചർ എന്ത് ചെയ്യുന്നു? പിക്ചർ പീസ് ഓഫ് പെയിൻറ്റിങ് അത് വേണമെങ്കിൽ നമുക്ക്. അത് വേറൊരു കാര്യമാണ് സുഹൃത്തുക്കളെ. ഐറ്റം ഫ്രെയിം ഇല്ലായിരുന്നു, നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഐറ്റം ഫ്രെയിം അതാണ്ട് ഇതാ ഐറ്റം ഫ്രെയിം. ഓക്കെ ഐറ്റം ഫ്രെയിം എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ വെക്കടോ. ഇവിടെ നമുക്ക് വെക്കാം തുറന്നിട്ട്.
ഇനിയിപ്പോൾ വെക്കാം. നമുക്കിത് തുറന്നിട്ട് അകത്ത് കയറി അടച്ചാലോ? പറ്റത്തില്ല. ഇവിടെ വെക്കാൻ പറ്റും. ഓ, നമുക്കിങ്ങനെ വെക്കാമല്ലോ. ഒരു ഐറ്റം ഫ്രെയിം വെക്കണോ? വാള് ഡ്രോപ്പ് ചെയ്യണേ. വാളെങ്ങനെയും നശിപ്പിക്കണം നമുക്ക്, എന്നാലേ അത് വരത്തോളം തോന്നുന്നു. ഈ പണി തരുവാ. ഇവിടെ ഒരു ഐറ്റം ഫ്രെയിം വെക്ക് ഇവിടെ പറ്റൂ. ഇവിടെ വെപ്പൺ വാള്, ഇവിടാണ് നമ്മളെ വെപ്പൺ ഇരിക്കുന്നത്. വാള് ശരിക്കുള്ള വെപ്പൺ. ഇതാണ് വെപ്പൺ റൂം. വെപ്പൺ റൂം എടുക്കണമെങ്കിൽ വെപ്പൺ കീ വേണം. പിന്നെ അതിങ്ങനെ തിരിച്ചാൽ മതിയെന്ന് തോന്നി ഗേസ്. ലോക്ക് തനിയെ കഴിഞ്ഞോളൂ. തിരിച്ചു കഴിഞ്ഞിട്ട് ഇതാക്കുമ്പോൾ ഇവിടെ ഒരു വാള് വേണം. പക്ഷെ വാളെന്താ വരാത്ത ഗേസ്? വാൾ ഡ്രോപ്പ് ആവുന്നില്ല. നമുക്ക് ഡ്രോപ്പ് ചെയ്ത് നോക്കാം. ഡ്രോപ്പ് യെസ്, ഡ്രോപ്പ്. വാളൊന്നും ഡ്രോപ്പ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വെപ്പൺ റൂമാണ്. ഇത് ലോക്ക് ഞാൻ ശരിയാക്കട്ടെ. ഈ വാളില്ലെങ്കിൽ പിന്നെ എന്ത് വെക്കാനാണ്? നമുക്കെന്നാ ഇവിടെ ഒരു പിസ്റ്റം വെച്ചാലോ? പറ്റത്തില്ല. വാള് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ പിന്നെ ഒരു വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം ചെയ്തായിരിക്കും. എന്നാലും ബൈ.